ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബോളി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ചോറ് വെള്ളത്തിയിട്ട് ചോറാണ്, പഴഞ്ചോറ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കിന്ന് അരയ്ക്കാം മിക്സിയിലോട്ട്. 1.5 കപ്പ് ചോറാണ് എടുക്കാൻ പോകുന്നത്. നമുക്കിതിപ്പോൾ 1 കപ്പ് ഇപ്പോൾ ഒരു ഇതുണ്ട്, 1 കപ്പ് ചോറുണ്ട്. നമുക്കിന്ന് അരയ്ക്കാം ഒരു മിക്സിയിലോട്ട്. മൈദാപ്പൊടി ഇടാം. ഞാനൊരു 3 കപ്പാണ് ഇടാൻ പോകുന്നത് മൈദ. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം. അതിലോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. നമുക്ക് മഞ്ഞ കളറിലുള്ളത് ഉണ്ടാക്കാം. വെള്ള ഉണ്ടാക്കിയാൽ നമുക്കൊരു ഷേപ്പും സൗന്ദര്യവും കിട്ടത്തില്ല. മഞ്ഞ കളറാകുമ്പോൾ നല്ലൊരു എടുപ്പും സൗന്ദര്യവും കിട്ടും. അതിന് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴയ്ക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചാണ് കുഴയ്ക്കുന്നത്. നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ട്. നമുക്ക് ശകല എണ്ണയും കൂടെ അതിൻ്റെ മണ്ടയിലോട്ടൊന്ന് തൂക്കാം. ഇത് കുഴച്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ശകലം ഒരു മയവും കൂടെ പരട്ടിയിട്ടുണ്ട് അതിൻ്റെ മണ്ടയിൽ. ഒരു ലെവല് പിടിച്ച് വയ്ക്കണം. ലെവല് ഇച്ചിരി മോശം പോലെ തോന്നുന്നു. നമുക്ക് ഈ ശകലം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എല്ലാം ടേബിളിൻ്റെ മണ്ടയിൽ വെച്ചാണ് തന്നെ ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുക്കാം. 2 സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലൊന്ന്, ഞാൻ സൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കണ്ട, നമുക്ക് ഇത് ഇങ്ങനെയുള്ള എണ്ണകൾ മതി. നമ്മളെല്ലാം ബോൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്താം. ഞാൻ 2 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യം. നമ്മളിത് മാവൊന്നും കുഴച്ചിട്ട് നമുക്ക് കൂടുതൽ നേരം വെച്ചേക്കണ്ട, അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് പ്രത്യേകിച്ച് അങ്ങനെ വെക്കേണ്ട സമയമൊന്നും വെക്കേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത്. നല്ല എണ്ണയ്ക്കകത്ത് നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കരുത്. എന്തായാലും 2 സ്പൂണും അരിപ്പൊടിയും നമ്മൾ എണ്ണ ഒഴിച്ച് തികഞ്ഞ് നമുക്ക് എന്തായാലും അതങ്ങ്. നമ്മൾ കട്ട് ചെയ്യുവാണ്. നമുക്ക് ഇച്ചിരി വലുതായിട്ട് തന്നെ ഇരുന്നോട്ടെ. അര ഇഞ്ച് കനമുണ്ട്. 1/2 ഇഞ്ച് ശകലം കൂടുതലുണ്ടെങ്കിൽ വെക്കുന്നതിൻ്റെ തന്നെ നമുക്ക് വേണ്ടോ. നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മടക്ക്. നല്ല മിടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഇതിന് ബോളി എന്നാണ് പറയുന്നത്. പലയിടത്തും പല പേരാണ് പറയുന്നത്. വിളിച്ചിട്ട് വലുതായിട്ടാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടാക്കി ഇതങ്ങോട്ട് ഫ്രൈ ചെയ്യുക. നമ്മൾ ചീനിച്ചട്ടി അടപ്പത്ത് വയ്ക്കുവാണ്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. മറ്റേത് നമ്മൾ വെളിച്ചെണ്ണയൊന്നും അല്ല, പാം ഓയിലും അല്ല.
അതിന് ഈ സൺഫ്ലവറിനകത്തേ ഉണ്ടാക്കാവൂ. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമ്മൾ മീഡിയം തീയിലാണ് ആദ്യം ഇടുന്നത് കേട്ടോ. ബോളി തിരിച്ചിടാൻ പോവുകയാണ്. മടക്കൊക്കെ നല്ല റെഡി ഉഷാറായിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരാൻ പോവുകയാണ്. നല്ല മടക്കൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നല്ല മടക്കാണ് വന്നേക്കുന്നത്. ഉണ്ടോ? നല്ല മടക്കിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് കോരാം. ഉണ്ടോ? നല്ല മടക്ക് ബേക്കറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ. നമ്മൾ പഞ്ചസാര പഞ്ചസാര 2-3-4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ അത് പാനിയാക്കിയിട്ട് ആ പാനി നമ്മൾ ഈ ബോളിയുടെ മണ്ടയിൽ കൂടെ ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. ഞങ്ങൾ ഒഴിച്ചില്ലായിരുന്നു. ഞങ്ങൾക്കിവിടെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒഴിച്ചില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അതിൻ്റെ പഞ്ചസാര തന്നെ പാനിയാക്കിയിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒക്കെ ഒഴിച്ചാൽ മതി.